ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 6 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യത്തെ തന്നെ കൊടുക്കേണ്ടതും ഒരിക്കലും ഒഴിവാക്കാൻ കൂടാത്തതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നവര അല്ലെങ്കിൽ ഞവര എന്ന് പറയുന്ന അരി. ശരിയായ രീതിക്ക് കുഞ്ഞുങ്ങൾക്ക് തൂക്കം കൂടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇത് ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ മക്കൾ കറക്റ്റ് തൂക്കം വെച്ചിട്ടില്ലെങ്കിൽ അവർക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവില്ല, പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തൊക്കെ തടയാൻ അത് കറക്റ്റായിട്ട് അവർക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ ഇതിനൊക്കെ വെയിറ്റ് ഗെയിനിങ് കറക്റ്റായിട്ട് നടക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഈ നവര അരി എന്ന് പറയുന്നത് ആ വെയിറ്റ് ഗെയിനിങ്ങിൽ ഭയങ്കര റോളുള്ളതാണ്. എനിക്ക് ധനുവിൻ്റെ കേസിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. നവര അരി കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം അവൻ നന്നായി വെയിറ്റ് ഗെയിൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കാൽഷ്യം റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതേപോലെ നമ്മൾ കുറുക്കായി കൊടുക്കുമ്പോൾ ഇതിൽ ശർക്കരയും കൂടിയൊക്കെ ആഡ് ചെയ്താണല്ലോ കൊടുക്കുക. അപ്പം അയൺ കണ്ടൻറ്റും കിട്ടി. അപ്പോൾ അവർക്ക് മൊത്തത്തിൽ നല്ല പോഷക സമ്പുഷ്ടമായിട്ടുള്ളൊരു കുറുക്കായിരിക്കും നവര അരിയുടേത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു ഒരു അരമണിക്കൂർ കേട്ടോ. അതിന് ശേഷം ഞാൻ വെള്ളം കൂറ്റി കളഞ്ഞിട്ട് ഇത് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഈർപ്പൊക്കെ മാറ്റുകയാണ്. അതിനുശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. ഞാനിത് വെയിലത്ത് വെക്കുന്നില്ല. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അരിക്കൊരു വെയിൽ ചുവ വരുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുത്തത്. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളാണല്ലോ, അപ്പോൾ അവർക്ക് ദഹനത്തിനൊന്നും ഒരു പ്രശ്നം വരാൻ പാടില്ല. നമ്മളിത് കൊടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കുന്നം വാഴക്കേൻ്റെ പൊടി കൊടുത്തു, അതിനുശേഷം ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയാണ് ഓരോന്നായിട്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. നമുക്ക് തരിപ്പ വെച്ചിട്ട് ഒന്ന് തരിച്ചിട്ട് ഇനി പൊടിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ കുതിർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടേണ്ടതാണ്. അതായത് കുറച്ച് തരി ഉണ്ടായിട്ട് ഞാൻ ഒന്നുകൂടെയൊക്കെ മിക്സിയിൽ പൊടിച്ചെടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണാം, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരിക്കലും നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങളുടെ വെയിറ്റിൽ വരുന്ന ഒരു ഡിഫറൻസ്. അതേപോലെ ഇവർക്ക് ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ ദഹനത്തിൻ്റെ ഒരു പ്രശ്നമോ അതൊന്നും ഉണ്ടാക്കുന്നില്ല. അതൊരിക്കലും ആരും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഭക്ഷണം കൊടുക്കണം. അതേപോലെ തവിടോട് കൂടിയിട്ടുള്ള അരിയാണ്, അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സും ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വെയിലത്തൊന്നും വെച്ച് ഉണക്കിയതല്ലല്ലോ, ഈർപ്പം കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ പൂപ്പൊന്നും വന്നാൽ നമുക്ക് മനസ്സിലാവുകയില്ല, ഒരു വൈറ്റ് കളറല്ലേ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. നമ്മൾ അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. പിന്നെ അരി നന്നായിട്ട് ഉണക്കിയെടുത്തു ഫാൻ്റെ അടിയിൽ വെച്ചിട്ട്. ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ഈ അരി അടിച്ചെടുത്തു. പിന്നെ തരിപ്പ വെച്ച് തരിച്ചതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക്